സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടം തുടരുകയാണ്. നേരിയ ഇടിവിൽ ആശ്വാസം കണ്ടെത്തുന്നവരുണ്ടെങ്കിലും ഇനി ആശ്വസിക്കാൻ വകയില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. 2026-ലും സ്വർണ്ണവിലയുടെ വലിയ വർധനവിനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ആഭരണപ്രേമികൾക്ക് അല്പം ആശ്വസിക്കാവുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയതും. ആഗോളതലത്തിൽ ഔൺസിന് $4,330 മുതൽ $4,348 വരെയായിരുന്നു രേഖപ്പെടുത്തിയത്. ഡിസംബർ 27-ന് 1,04,440 രൂപയായിരുന്ന പവൻ വില പിന്നീട് രാജ്യാന്തര തലത്തിലുണ്ടായ കനത്ത ലാഭമെടുപ്പ് സമ്മർദ്ദത്തെ തുടർന്ന് ഡിസംബർ 31-ന് 98,920 രൂപയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നിരുന്നു. ഇതോടെ തുടർന്നുള്ള ദിവസങ്ങളിലും വലിയ ഇടിവ് പ്രതീക്ഷിക്കപ്പെട്ടെങ്കിലും ജനുവരി 1 മുതൽ സ്വർണ്ണവില വർദ്ധിക്കുകയാണ് ചെയ്തത്. തുടർച്ചയായ 2 ദിവസത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം വിലയിൽ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇന്നലെ പവന് 280 രൂപയായിരുന്നു കുറഞ്ഞത്. ഇതോടെ വില 99,600-ലെത്തി. 1 ഗ്രാം സ്വർണത്തിന് 35 രൂപ കുറഞ്ഞ് 12,450 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് 840 രൂപയായിരുന്നു വർദ്ധിച്ചത്. ഇതോടെ ഗ്രാമിന് 12,485 രൂപയും പവന് 99,880 രൂപയുമായിരുന്നു. എന്നാൽ ഇതിൽ ആശ്വസിക്കാനാവില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. JP മോർഗൻ, ഗോൾഡ്മാൻ സാച്ച്, വേൾഡ് ഗോൾഡ് കൗൺസിൽ പോലുള്ള വിശകലന സ്ഥാപനങ്ങൾ 2026-ലും സ്വർണ്ണവിലയുടെ വലിയ വർധനവിനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ഈ വർഷം വില $4,900 മുതൽ $5,000 വരെ എത്തിയേക്കാമെന്നാണ് പ്രവചനം. എന്നാൽ ഹ്രസ്വകാല ലാഭമെടുപ്പ് കാരണം ചെറിയ ചാഞ്ചാട്ടങ്ങളും ഉണ്ടാകും. എന്നിരുന്നാലും വിലയിൽ വലിയൊരു ഇടിവ് സമീപകാലത്തൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വില ഒരിക്കലും 80,000-ൽ താഴേക്കിനി പോകില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഇനി വില താഴുകയാണെങ്കിൽ പരമാവധി 85,000 വരെ ഇടിയുകയുള്ളൂവെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വില ഉയരുന്നത് തുടർന്നാൽ ഒരുപക്ഷെ പവൻ വില ഈ വർഷം 1.16 ലക്ഷം വരെ ഉയർന്നേക്കാനുള്ള സാധ്യതയുമുണ്ട്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണം ഔൺസിന് $4,330. അതേസമയം ഭൗമരാഷ്ട്രീയ സാമ്പത്തിക കാലാവസ്ഥ സങ്കീർണമായി തുടരുകയുമാണ്. ഈ സാഹചര്യങ്ങളാൽ ഇന്ത്യൻ വിപണിയിലും സ്വർണ്ണവിലയിൽ കയറ്റിറക്കങ്ങൾ തുടരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ സ്വർണ്ണവിലയിൽ സമീപ ഭാവിയിലൊന്നും ഇനിയൊരു കനത്ത ഇടിവ് പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും ധനകാര്യ വിദഗ്ധർ വിശദീകരിക്കുന്നുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.